കേരള കോൺഗ്രസ് എം ചെയർമാനും എംഎൽഎയും മുൻ മന്ത്രിയുമായ കെ.എം. മാണി അന്തരിച്ചു. അനുശോചിച്ച് രാഷ്ട്രീയ കേരളം. സംസ്കാരം വ്യാഴാഴ്ച. ഗുരുവായൂരിൽ കുടിവെള്ള പൈപ്പ് പൊട്ടുന്നത് തുടർക്കഥയാകുന്നു. ഒരുമനയൂർ, കടപ്പുറം പഞ്ചായത്തുകളിൽ കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടു. പുത്തൻപീടികയിൽ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ബൈക്കിടിച്ച് വ്യാപാരി മരിച്ചു. പുത്തൻപീടിക സ്വദേശി വാഴപ്പള്ളി സജീവനാണ് മരിച്ചത്. യുവാവിനെ തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ച് മർദ്ദിച്ച കേസിലെ പ്രതിയെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ ഫവാദാണ് അറസ്റ്റിലായത്. നമസ്കാരം. വാർത്തകൾ വിശദമായി. കേരള കോൺഗ്രസ് എം ചെയർമാനും എംഎൽഎയും മുൻ മന്ത്രിയുമായ കെ.എം. മാണി അന്തരിച്ചു. 86 വയസ്സായിരുന്നു. ശ്വാസകോശ രോഗത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു അദ്ദേഹം. വൈകിട്ട് 4:57 അന്ത്യം. വൃക്കകൾ തകരാറിലായതിനാൽ ഡയാലിസിസ് തുടരുകയായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കൊച്ചിയിലെ ആശുപത്രിയിലെത്തിച്ചത്. ദീർഘകാലമായി ആസ്മയ്ക്ക് ചികിത്സയിലായിരുന്നു അദ്ദേഹം. അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നതിനാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലും കെ.എം. മാണി പങ്കെടുത്തിരുന്നില്ല. UDF സർക്കാരിൽ ധനകാര്യമന്ത്രിയായിരുന്ന കെ.എം. മാണി ഏറ്റവും അധികം തവണ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി കൂടിയാണ്. സംസ്കാരം വ്യാഴാഴ്ച പാലാ സെന്റ് തോമസ് കത്തീഡ്രലിൽ നടക്കും. ഗുരുവായൂരിൽ കുടിവെള്ള പൈപ്പ് പൊട്ടുന്നത് തുടർക്കഥയാകുന്നു. മമ്മിയൂരിൽ പൈപ്പ് പൊട്ടി റോഡ് പുഴയായി. തൃത്താലയിൽ നിന്ന് ഒരുമനയൂർ, കടപ്പുറം പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം നൽകുന്ന പ്രധാന പൈപ്പാണ് പൊട്ടിയത്. അത്താണി ജംഗ്ഷനിൽ നിന്ന് 1/2 കിലോമീറ്റർ ദൂരത്തിൽ മമ്മിയൂർ ക്ഷേത്രം വരെ വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത്. വിവരമറിഞ്ഞ് ജനപ്രതിനിധികളെത്തി വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടെങ്കിലും 1 മണിക്കൂറിന് ശേഷമാണ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയത്. 2 മണിയോടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ CM മനസ്വി സംഭവസ്ഥലത്തെത്തി പമ്പിംഗ് നിർത്തിവെക്കുവാൻ നിർദ്ദേശം നൽകി. എന്നാൽ പമ്പിംഗ് നിർത്തിയിട്ടും 5 മണിവരെ വെള്ളം വന്നുകൊണ്ടേയിരുന്നു. പൊട്ടിയ പൈപ്പ് ശരിയാക്കണമെങ്കിൽ ദിവസങ്ങളെടുക്കും. ഏറെ വാഹന ഗതാഗതമുള്ള പ്രധാന റോഡ് വെട്ടിപ്പൊളിച്ചാൽ മാത്രമേ പൈപ്പ് ശരിയാക്കാൻ കഴിയുകയുള്ളൂ. ഇതിന് പൊതുമരാമത്ത് വകുപ്പിന്റെ അനുമതി വാങ്ങണം. ഗതാഗതം മറ്റു വഴിക്ക് തിരിച്ചുവിട്ട് വേണം പണികൾ ആരംഭിക്കാൻ. അതുവരെ കുടിവെള്ളക്ഷാമം രൂക്ഷമായ ഒരുമനയൂർ, കടപ്പുറം പഞ്ചായത്തുകളിൽ കുടിവെള്ള വിതരണം തടസ്സപ്പെടും. അമൃത് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പിടൽ നടക്കുന്നതിനാൽ ഗുരുവായൂരിലെ ഉൾറോഡുകളിൽ പല സ്ഥലത്തും പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നുണ്ട്. അമൃത പദ്ധതിയുടെ കാന നിർമ്മാണത്തിനിടയിലും പൈപ്പുകൾ പൊട്ടുന്നുണ്ട്. നഗരസഭയുടെയും വാട്ടർ അതോറിറ്റിയുടെയും അനാസ്ഥയാണ് പൈപ്പ് പൊട്ടലിന് പിന്നിലെന്ന് പ്രതിപക്ഷ കൌൺസിലർമാർ ആരോപിച്ചു. കൌൺസിലർമാരായ ആന്റോ തോമസ്, ശൈലജ ദേവൻ, ശോഭ ഹരിനാരായണൻ തുടങ്ങിയവർ സംഭവസ്ഥലം സന്ദർശിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തി. TCV ന്യൂസ്, ഗുരുവായൂർ. കരുവന്നൂർ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. ഒരുമനയൂർ പഞ്ചായത്തിലെ മൂന്നാംകല്ല് മോഡേൺ ക്ലിനിക്കിന് മുന്നിലായാണ് പൈപ്പ് പൊട്ടിയത്. ആയിരക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഇവിടെ പാഴായിക്കൊണ്ടിരിക്കുന്നത്. പദ്ധതി ഉദ്ഘാടനം കഴിഞ്ഞ് 1 മാസം പിന്നിടുമ്പോഴേക്കും 8ാമത്തെ സ്ഥലത്താണ് പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്. നിലവാരമില്ലാത്ത പൈപ്പ് ഉപയോഗിച്ചതും പൈപ്പുകൾ ഘടിപ്പിക്കുന്നതിന് ബഡ് ജോയിന്റ് സിസ്റ്റം ഉപയോഗിച്ചതുമാണ് പൈപ്പ് പൊട്ടുന്നതിന് പ്രധാന കാരണമെന്ന് പറയുന്നു. റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ബൈക്കിടിച്ച് വ്യാപാരി മരിച്ചു. പുത്തൻപീടിക ഗവൺമെന്റ് LP സ്കൂളിന് സമീപം വാഴപ്പള്ളി 56 വയസ്സുള്ള സജീവനാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി കടപൂട്ടി വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ പുത്തൻപീടിക ജംഗ്ഷന് സമീപത്ത് വെച്ചാണ് അപകടം. അമിത വേഗത്തിലെത്തിയ ബൈക്കാണ് അപകടത്തിനിടയാക്കിയത്. ഉടൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന പുത്തൻപീടിക പള്ളത്ത് രാകേഷ്, ഫെബിൻ എന്നിവരെ നിസാര പരിക്കുകളോടെ ഒളരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അശ്രദ്ധമായി വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയതിന് കേസെടുത്തതായി അന്തിക്കാട് പോലീസ് അറിയിച്ചു. ബൈക്ക് തട്ടിയത് ചോദ്യം ചെയ്ത യുവാവിനെ തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ച് മർദ്ദിച്ച കേസിലെ പ്രതിയെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. ചാവക്കാട് പാലയൂർ കറുപ്പം വീട്ടിൽ ഫവാദിനെയാണ് ടെമ്പിൾ SHO C പ്രേമാനന്ദ കൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. വധശ്രമം ഉൾപ്പെടെ 12ഓളം കേസിൽ പ്രതിയാണ് ഫവാദ്. കഴിഞ്ഞ ജനുവരി 16-നാണ് കേസിനാസ്പദമായ സംഭവം. ഫവാദിനൊപ്പമുണ്ടായിരുന്ന കുന്നംകുളം പോർക്കുളം സ്വദേശികളായ കാളിപ്പറമ്പിൽ ലിജിൽ, ചൂണ്ടുപുരയ്ക്കൽ സൂരജ് എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഒളിവിലായിരുന്ന പ്രതി പേരകം വാഴപ്പള്ളിയിലെ ഭാര്യ വീട്ടിൽ വന്നു പോകുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് ബൈക്കിൽ പോകുകയായിരുന്ന പ്രതിയെ പോലീസ് പിന്തുടർന്നെങ്കിലും ബൈക്ക് റേസിംഗ് വിദഗ്ധനായ ഇയാൾ സാഹസികമായി രക്ഷപ്പെടാൻ ശ്രമം നടത്തി.
ഏറ്റുമുട്ടലിലൂടെയാണ് പോലീസ് പ്രതിയെ കീഴ്പ്പെടുത്തിയത്. ഹൈവേ പോലീസ് SI ആക്രമിച്ച് ഇടിച്ച് പരിക്കേൽപ്പിച്ച കേസിലും പൂരത്തിനിടയിൽ പോലീസിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലും ഫവാദ് പ്രതിയാണ്. ടെമ്പിൾ SI KN മനോജ്, സീനിയർ CPO TR ഷൈൻ, CPO S ശരൺ, അലക്സ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. എരുമപ്പെട്ടി ആറ്റത്ര പാടശേഖരത്ത് കരിങ്കല്ലുകൾ കൂട്ടിയിട്ടിരിക്കുന്നത് കർഷകരെ ബുദ്ധിമുട്ടിലാക്കുന്നു. ആറ്റത്ര കർക്കിടകത്തുകാവ് അമ്പലത്തിന് സമീപമുള്ള പാടശേഖരത്തിലാണ് കരിങ്കല്ലുകൾ കുന്നുകൂടി കിടക്കുന്നത്. കഴിഞ്ഞ പ്രളയത്തിൽ പാടത്തിനോട് ചേർന്നുള്ള റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു വീണിരുന്നു. തുടർന്ന് സംരക്ഷണ ഭിത്തി കോൺക്രീറ്റ് ചെയ്ത് പുനർനിർമ്മിച്ചെങ്കിലും കരിങ്കല്ലുകളും അവശിഷ്ടങ്ങളും അധികൃതർ അവിടെ നിന്നും നീക്കം ചെയ്തില്ല. വയലിൽ കൃഷിയിറക്കുന്നതിന് കരിങ്കല്ല് തടസ്സമായിരിക്കുകയാണ്. നാളുകളായി കൂടിക്കിടക്കുന്ന കരിങ്കല്ല് എത്രയും പെട്ടെന്ന് മാറ്റിത്തരണമെന്നും കർഷകർ അധികൃതരോട് ആവശ്യപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് രൂപീകരിച്ച ആന്റി ഡീഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ ആയുധവുമായി ഒരാൾ പിടിയിലായി. എടത്തിരിഞ്ഞി വില്ലേജ് ഓഫീസ് പരിസരത്ത് വെച്ച് നടന്ന പരിശോധനയിലാണ് പ്രചരണ സാമഗ്രികളോടൊപ്പം കത്തിയുമായി എടത്തിരിഞ്ഞി മുളങ്ങിൽ സുരേഷ് പിടിയിലായത്. ഇയാൾ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിനുള്ളിൽ നിന്നാണ് കത്തി കണ്ടെടുത്തത്. സ്ക്വാഡ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് MH ഷാജിക്കിന്റെ നേതൃത്വത്തിൽ CPOമാരായ ഷാജു CA, അനൂപ് VS, അശോകൻ എന്നിവർ ചേർന്നാണ് പരിശോധന നടത്തിയത്. പിടിയിലായ യുവാവ് BJP ബൂത്ത് പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്ന ആളാണെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. കൊടും വേനലിലും വറ്റാതെ പെരിഞ്ഞനത്തെ ഓടുകുളം കൗതുകമാകുന്നു. പെരിഞ്ഞനം സ്വദേശി അഡ്വക്കേറ്റ് KP രവിപ്രകാശാണ് സ്വന്തമായി വാങ്ങിയ 24 സെന്റ് ഭൂമിയിൽ പൊതു ഉപയോഗത്തിനായി കുളം നിർമ്മിച്ചത്. കഴിഞ്ഞ വേനൽക്കാലത്താണ് പഴകിയ ഓടുകൾ കൊണ്ട് കുളം കെട്ടുന്നതിനെക്കുറിച്ചുള്ള ആലോചനയുണ്ടായത്. ചേലക്കര സ്വദേശി സതീഷ് ഓടുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു കുളത്തെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ കണ്ടതോടെയാണ് ഇങ്ങനെയൊരു ആശയം ഉദിച്ചത്. നാട്ടുകാർ മാലിന്യം തള്ളാൻ ഉപയോഗിച്ചിരുന്ന കുളം ആദ്യമായി 5 സെന്റ് സ്ഥലത്തേക്ക് വിസ്താരപ്പെടുത്തി. തുടർന്ന് 30,000-ഓളം ഓടുകൾ തച്ചുശാസ്ത്രപ്രകാരം അടുക്കി വെച്ച് ഭിത്തി നിർമ്മിച്ചു. ഉപയോഗമില്ലാത്ത ഓടുകൾ 1.5 രൂപ മുതൽ 5 രൂപ വരെ നൽകിയാണ് സംഘടിപ്പിച്ചത്. ജലത്തിന്റെ ഉറവകൾക്ക് തടസ്സമില്ലാതെ നിർഗളിക്കാൻ കഴിയും എന്നതാണ് ഓടുഭിത്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഓട് കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ, ഒന്ന്, നമുക്ക് പുതിയൊരു വിഭവം അല്ല ഉപയോഗിക്കുന്നത്, ഒരു വേസ്റ്റ് വിഭവം കൊണ്ടാണ് നമ്മൾ നിർമ്മിക്കുന്നത്. ഇനിയും ദീർഘകാലം ഇവിടെ നിലനിൽക്കും എന്നുള്ളതാണ് ഒരു കാര്യം. കുളത്തിൽ സ്വാഭാവികമായി രൂപപ്പെടുന്ന പായലുകൾ ഓടുകൾ വലിച്ചെടുക്കും എന്ന ഗുണവുമുണ്ട്. കുളിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാവുന്ന കുളം പ്രദേശത്തെ കുട്ടികളുടെ ഇഷ്ടപ്പെട്ട സന്ദർശന കേന്ദ്രമാണ്. കുളത്തിന്റെ മധ്യഭാഗത്ത് ഇപ്പോഴും 5.5 അടി താഴ്ചയിൽ വെള്ളമുണ്ട്. നാട്ടുകാർക്കായി ഒരു റഫറൻസ് ലൈബ്രറി നിർമ്മിക്കാനായാണ് ഈ സ്ഥലം വാങ്ങിയത്. വായനക്കാർക്ക് സ്വച്ഛമായ പ്രകൃതിയിൽ ഇരുന്ന് വായിക്കാൻ സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യം കൂടി ഇതോടൊപ്പം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ഗ്രന്ഥപുര എന്ന് പേരിട്ടിരിക്കുന്ന വായനശാല 3000-ലധികം പുസ്തകങ്ങളുടെ കലവറ കൂടിയാണ്. ഉപയോഗശൂന്യമായ വസ്തുക്കൾ വലിച്ചെറിയാൻ ഉപയോഗിക്കുന്ന കുളം ഉപയോഗമില്ലാത്ത വസ്തുക്കൾ കൊണ്ട് തന്നെ പുനരുജ്ജീവിപ്പിക്കുകയാണ് ചെയ്തതെന്നും ഇതിനായി 4.5 ലക്ഷം രൂപ ചെലവായെന്നും രവിപ്രകാശ് പറഞ്ഞു. TCV കയ്പമംഗലം. വെങ്ങിണിശ്ശേരി കപ്പക്കാട് മീൻ പിടിക്കുന്നതിനിടെ മത്സ്യത്തൊഴിലാളി മരിച്ചു. കപ്പക്കാട് സ്വദേശി വെളുത്താണ്ടി വീട്ടിൽ 60 വയസ്സുള്ള വേലായുധനാണ് മരിച്ചത്. മീൻ പിടിക്കുന്നതിനിടെ അബദ്ധത്തിൽ വലയിൽ കുടുങ്ങുകയായിരുന്നു. തൃശൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. ഗുരുവായൂർ പടിഞ്ഞാറേ നടയിലെ ഹൈമാസ്റ്റ് ലൈറ്റ് കത്താത്തതിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ ലൈറ്റിന് മുന്നിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. 24 മണിക്കൂറും തീർത്ഥാടകരെത്തുന്ന നഗരത്തിൽ തെരുവ് വിളക്കുകൾ പ്രകാശിപ്പിക്കുവാൻ എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണമെന്നും പ്രവർത്തകർ ആവശ്യപ്പെട്ടു. പ്രകടനമായി എത്തിയാണ് പ്രവർത്തകർ റീത്ത് സമർപ്പിച്ചത്. വാർഡ് കൗൺസിലർ ശോഭ ഹരിനാരായണൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. BJP മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് KR ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മനീഷ് കുളങ്ങര, സുഭാഷ് മണ്ണാരത്ത്, ദീപക് തിരുവെങ്കിടം, ജ്യോതി രവീന്ദ്രനാഥ്, PK ഹരിനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ചന്ദ്രാപിന്നി കണ്ണമ്പുള്ളിപ്പുറം കിഴക്കേപുരയ്ക്കൽ പരേതനായ മോഹനന്റെ മകൻ 37 വയസ്സുള്ള ഷൈജുവാണ് മരിച്ചത്. പനി ബാധിച്ചതിനെ തുടർന്ന് 2 ദിവസമായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും.
New Cable Point, Shankarayar Junction, MG Road, Thrissur. വാർത്തകളിലേക്ക്. BJPയെ രാജ്യത്തിന്റെ ഭരണത്തിൽ നിന്ന് നീക്കാനുള്ള വിശാല സഖ്യ രൂപീകരണം കോൺഗ്രസിന്റെ സങ്കുചിത മനോഭാവം മൂലം നഷ്ടമായെന്ന് CPI ദേശീയ സെക്രട്ടറി S. സുധാകർ റെഡ്ഡി പറഞ്ഞു. ഇരിങ്ങാലക്കുടയിൽ LDF സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM ജില്ലാ കമ്മിറ്റി അംഗം ഉല്ലാസ് കളക്കാട്ട് അധ്യക്ഷനായിരുന്നു. KP രാജേന്ദ്രൻ, പ്രൊഫസർ KU അരുണൻ MLA, ബേബി ജോൺ, KK വത്സരാജ് തുടങ്ങിയവർ സംസാരിച്ചു. എടമുട്ടം പാലപ്പെട്ടി ദേശീയപാതയിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. പാലപ്പെട്ടി പടിഞ്ഞാറേ വളവിലായിരുന്നു അപകടം. 2 കാറും ഒരു ബൈക്കും ഓട്ടോറിക്ഷയുമാണ് കൂട്ടിയിടിച്ചത്. ബസ്സിന് പുറകിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്ക് പുറകിൽ കാർ ഇടിച്ചതിനെ തുടർന്നാണ് അപകടമുണ്ടായത്. ഓട്ടോറിക്ഷയ്ക്ക് പുറകിൽ കാർ ഇടിച്ചതിനെ തുടർന്ന് ഓട്ടോറിക്ഷ മുന്നിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കിലും കാറിലും ഇടിക്കുകയായിരുന്നു. ബൈക്ക് യാത്രികനായ എടക്കഴിയൂർ സ്വദേശി ഉസ്മാൻ, ഓട്ടോ ഡ്രൈവർ നാട്ടിക സ്വദേശി കണ്ടംപുള്ളി ഉല്ലാസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. കെയർ ഹോം പദ്ധതി പ്രകാരം തൃശൂർ താലൂക്ക് ചെത്തു തൊഴിലാളി സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന 8 വീടുകളിൽ പണി പൂർത്തിയായ 2 വീടുകളുടെ താക്കോൽ ദാനം നടത്തി. അരിമ്പൂർ സ്വദേശി മുറ്റിശ്ശേരി വീട്ടിൽ കാർത്തിയാനി, അന്തിക്കാട് സ്വദേശി കാരണത്ത് വീട്ടിൽ സജിത ശാന്തകുമാർ എന്നിവർക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത്. തൃശൂർ താലൂക്ക് സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ പയസ് വീടുകളുടെ താക്കോൽ ദാനം നിർവഹിച്ചു. സംഘം പ്രസിഡന്റ് KM ജയദേവൻ, സെക്രട്ടറി KV വിനോദൻ, TK മാധവൻ, MR മോഹനൻ, KM കിഷോർ കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ചേലക്കര നിയോജക മണ്ഡലത്തിലെ പോളിംഗ് ബൂത്തുകളിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് നിരീക്ഷകൻ സന്ദർശനം നടത്തി. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇലക്ഷൻ സാമഗ്രികൾ സൂക്ഷിച്ചിരിക്കുന്ന ചെറുതുരുത്തി ഗവൺമെന്റ് സ്കൂളിലാണ് നിരീക്ഷകൻ JD ദേശായി സന്ദർശനം നടത്തിയത്. ചേലക്കര നിയോജക മണ്ഡലത്തിലേക്കുള്ള മുഴുവൻ ബൂത്തുകളിലേക്കും നൽകേണ്ട വോട്ടിംഗ് സാമഗ്രികൾ ചെറുതുരുത്തി സ്കൂളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ചേലക്കര നിയോജക മണ്ഡലത്തിലെ പ്രശ്നബാധിത ബൂത്തുകളെക്കുറിച്ചും അതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളെപ്പറ്റിയും വിലയിരുത്തുന്നതിനും വേണ്ടിയും കൂടിയാണ് ഇവർ എത്തിയത്. വടക്കാഞ്ചേരി തഹസിൽദാർ മുസ്തഫ കമാൽ, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ സിജോ തോമസ് എന്നിവരും മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. വേലൂർ ഗ്രാമകം നാടകോത്സവത്തിന് പുതുമ പകരാൻ ഫ്രാൻസിസിന്റെ ജലധാര യന്ത്രമെത്തി. ഇത് 2ാം തവണയാണ് നാടകോത്സവ കവാടത്തിന് ജലധാര യന്ത്രം ആകർഷണമാകുന്നത്. വ്യായാമത്തിലൂടെ ആരോഗ്യ സംരക്ഷണത്തിനുള്ള മാർഗം കാണികളിലേക്ക് എത്തിക്കുകയെന്ന ലക്ഷ്യമാണ് നാടകോത്സവത്തിൽ യന്ത്രം പ്രദർശിപ്പിക്കാൻ ഫ്രാൻസിസിന് പ്രചോദനം നൽകിയത്. വൈദ്യുതി ലാഭിക്കുന്നതിനോടൊപ്പം ആരോഗ്യ സംരക്ഷണവും സാധ്യമാകുന്നു. യന്ത്രം ഉപയോഗിച്ച് കിണറിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യാൻ കഴിയുമെന്നതും ഇതിന്റെ പ്രത്യേകതയാണ്. സൈക്കിളിൽ ചില അനുബന്ധ ഉപകരണങ്ങൾ ഘടിപ്പിച്ചാണ് യന്ത്രം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇത്തവണ യന്ത്രം പ്രവർത്തിപ്പിക്കാൻ എത്തുന്നവർക്ക് ഒരു ചലഞ്ച് കൂടി ഫ്രാൻസിസ് ഒരുക്കിയിട്ടുണ്ട്. ഗ്രൗണ്ടിൽ ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള കുളത്തിൽ പ്രവർത്തിക്കുന്ന ഫൗണ്ടന് മുകളിൽ ബോളുകൾ നിർത്തണമെന്നതാണ് ചലഞ്ച്. യന്ത്രം പ്രവർത്തിപ്പിച്ചു നോക്കാൻ ആവേശം കാണിക്കുന്ന കുട്ടികളും മുതിർന്നവരും നാടകോത്സവത്തിലെ പ്രധാന കാഴ്ചയാണ്. സംസ്ഥാന സർക്കാരിന്റെ ഊർജ്ജ സംരക്ഷണ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ഫ്രാൻസിസിന് ലഭിച്ചിട്ടുണ്ട്. സൈക്കിളിൽ ഭാരത പര്യടനവും ഹിമാലയ പര്യടനവും നടത്തി ഊർജ്ജ സംരക്ഷണത്തിന്റെയും പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും സന്ദേശവാഹകനായും സൈക്കിൾ ഫ്രാൻസിസ് അറിയപ്പെടുന്നു. TCV എരുമപ്പെട്ടി. ഫിലിം ക്രിട്ടിക്സ് അവാർഡിന്റെ അഴക് കൊടുങ്ങല്ലൂരിലും. ഇത്തവണത്തെ മികച്ച മേക്കപ്പ് മാനുള്ള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് കൊടുങ്ങല്ലൂർ സ്വദേശി റഹീമിന്. ഖലീഫ എന്ന ചിത്രത്തിലെ മേക്കപ്പിനാണ് റഹീം കൊടുങ്ങല്ലൂരിന് അവാർഡ് ലഭിച്ചത്. PN മണി, പട്ടണം ഷാ, പട്ടണം റഷീദ് എന്നിവരുടെ സഹായിയായാണ് റഹീം സിനിമയിലെത്തിയത്. 45ഓളം സിനിമകളിൽ താരങ്ങൾക്ക് ചായം തേച്ചിട്ടുണ്ട് ഈ കൊടുങ്ങല്ലൂർക്കാരൻ. അഴീക്കോട് മേനോൻ ബസാർ ഇല്ലത്തുപറമ്പിൽ കരീമന്റെ മകനായ റഹീം കൂടുതൽ മികച്ച അവസരങ്ങൾക്കായി ചമയക്കൂട്ടൊരുക്കി കാത്തിരിക്കുകയാണ്. ജനങ്ങളെ ജീവിക്കാൻ അനുവദിക്കുക എന്നതാണ് ഏറ്റവും വലിയ നവോത്ഥാനമെന്ന് KM ഷാജി MLA. മതിലകത്ത് നടന്ന UDF തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. OA ജെൻട്രിൻ അധ്യക്ഷനായി, CS രവീന്ദ്രൻ, CA മുഹമ്മദ് റഷീദ്, PM സാദിഖ് അലി തുടങ്ങിയവർ സംസാരിച്ചു. ചെറിയ പ്രായത്തിൽ റോഡിലൂടെ കുതിര സവാരി നടത്തുന്ന സംസ്ഥാനത്തെ ആദ്യ പെൺകുട്ടിയെന്ന അംഗീകാരം ലഭിച്ചതോടെ കൃഷ്ണ നാട്ടിലെ താരമായി. തിരുവനന്തപുരം കേന്ദ്രമായ ഹോഴ്സ് റൈഡിംഗ് കേരള ക്ലബ് എന്ന വാട്സപ്പ് കൂട്ടായ്മയാണ് കൃഷ്ണയ്ക്ക് ഈ അംഗീകാരം നൽകിയത്. ഇത്തവണ 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ കൃഷ്ണ പോയത് കുതിരപ്പുറത്തായിരുന്നു.
വീട്ടിൽ നിന്ന് സ്കൂളിലേക്കെന്നല്ല എന്ത് സാധനങ്ങൾ വാങ്ങാൻ പോയാലും അമ്മ ഇന്ദുവിന് ഭയമൊന്നുമില്ല. വീട്ടിലെ കുതിരകളുമായി അത്രയേറെ അടുപ്പത്തിലാണ് ഏക മകളെന്ന് ഇവർക്കറിയാം. മാത്രമല്ല, കുതിരസവാരി അഭ്യസിച്ചതോടെ മകൾക്കുണ്ടായ ആത്മവിശ്വാസം കുരുവിലശ്ശേരി സ്വദേശി കാളിന്തി മഠത്തിലെ അജയനും ഇന്ദുവും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നിരവധി അപകടങ്ങൾ പരിശീലനകാലത്ത് സംഭവിച്ചിട്ടുണ്ടെന്നും അതിന്റെ പേരിൽ ഭയന്ന് പിന്മാറാൻ തയ്യാറായിട്ടില്ലെന്നും കുതിരപ്പുറത്തുള്ള യാത്രയുടെ ത്രില്ല് വല്ലാത്ത അനുഭവം തന്നെയാണെന്നും അത് നന്നായി ആസ്വദിക്കുകയാണെന്നും കൃഷ്ണ പറയുന്നു. യാത്ര ചെയ്യാൻ വീട്ടിൽ മറ്റു വാഹനങ്ങളുണ്ടെങ്കിലും കൃഷ്ണയ്ക്ക് കൂടുതൽ ഇഷ്ടം കുതിരസവാരിയാണ്. ഗുമേത്ത് കരിങ്കാലി ഇനത്തിലുള്ള 4 വയസ്സ് പ്രായമുള്ള ജാൻവി എന്ന പെൺകുതിരയും മാർവാരി സിന്ധി സങ്കര ഇനത്തിലുള്ള റാണ കൃഷ് എന്നു പേരുള്ള 3 വയസ്സുകാരനും ഇവർക്കുണ്ട്. ഇതിൽ കൃഷ്ണയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം റാണ കൃഷിനോടാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കുതിരയുടെ പുറത്ത് കയറിയിരിക്കുന്നത് കണ്ട അച്ഛൻ ആ വർഷത്തെ പിറന്നാളിന് സമ്മാനമായി 6 മാസം പ്രായമുള്ള കുതിരക്കുട്ടിയെ വാങ്ങിത്തരികയായിരുന്നുവെന്ന് കൃഷ്ണ പറഞ്ഞു. 1 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് അന്ന് നൊക്കറ ഇനത്തിലുള്ള കുട്ടിക്കുതിരയെ അജയൻ മകൾക്ക് വാങ്ങിക്കൊടുത്തത്. തുടർന്ന് 1.5 വർഷത്തോളം കൃഷ്ണ പരിചരിച്ച ശേഷമാണ് സവാരിക്കായി ഉപയോഗിച്ചത്. കടപ്പശ്ശേരി സ്വദേശി ഡാനി ഡേവിസും കോട്ടപ്പുറം സ്വദേശി അഭിജിത്തുമാണ് കൃഷ്ണയെ പരിശീലിപ്പിച്ചത്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതലാണ് തനിച്ച് റോഡിലൂടെ കുതിരസവാരി നടത്താൻ പ്രാപ്തമായത്. ഇപ്പോൾ നാട്ടിൽ മാത്രമല്ല കടൽ കടന്നും താരമായി മാറിയ കൃഷ്ണയുടെ കുതിരപ്പുറത്തുള്ള യാത്ര വൈറലായിരിക്കുകയാണ്. TCV മാള. സൈനികരുടെ ധീരരക്തസാക്ഷിത്വത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കേണ്ട ഗതികേടിലാണ് BJP എന്ന് CPI ദേശീയ ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി അഭിപ്രായപ്പെട്ടു. ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഇന്നസെന്റിന്റെ തിരഞ്ഞെടുപ്പ് പൊതുയോഗം ശ്രീനാരായണപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ET ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. LDF ചാലക്കുടി മണ്ഡലം കമ്മിറ്റി ചെയർമാൻ KK അഷ്റഫ്, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, PK ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി ഡോക്ടർ PK ബിജുവിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പൊതുയോഗം KPSC ലളിത ഉദ്ഘാടനം ചെയ്തു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് രമണി രാജൻ അധ്യക്ഷയായി. നേതാക്കളായ MN സത്യൻ, TK വാസു, AV സുമതി, PS പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി ഇന്നസെന്റിന്റെ 3ാം ഘട്ട പര്യടനം കൊടകര തേശ്ശേരിയിൽ നടന്നു. BD ദേവസി MLA, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് PR പ്രസാദൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. ഇടവേള. അമ്മയ്ക്ക് കളർഫുൾ സാരി ഇതുടുത്താൽ കല്യാണ പെണ്ണ് തന്നെ. അതെ, ഡിസൈനർ സാരി, സെറ്റ് സാരി, ചുരിദാർ, ഫ്രോക്ക്, കുട്ടികൾക്കുള്ള റെഡിമെയ്ഡ്സ്, ഷർട്ട്, ജീൻസ് ഇതെല്ലാം ഇവിടുന്ന് സെലക്ട് ചെയ്യാനുണ്ട്. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ സമ്പൽ സമൃദ്ധമായ വിഷുവാശംസകൾ. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുവാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വാർത്തകൾ തുടരുന്നു. വൻതോതിൽ പണം ചെലവഴിച്ച് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന മുന്നണി സ്ഥാനാർത്ഥികളെ അയോഗ്യരാക്കണമെന്ന് SDPI ചാലക്കുടി മണ്ഡലം സ്ഥാനാർത്ഥി PP മൊയ്തീൻ കുഞ്ഞ് ആവശ്യപ്പെട്ടു. മാള പ്രസ് ക്ലബ്ബിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർട്ടി നേതാക്കളായ മജീദ് പുത്തഞ്ചിറ, ഷഫീർ കൊച്ചുകടവ്, മുഹമ്മദ് റാഫി, മുഹമ്മദ് റിയാസ് എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. LDF പുതുക്കാട് മേഖല തെരഞ്ഞെടുപ്പ് റാലി മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. KR രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. AISF ദേശീയ സെക്രട്ടറി KP സന്ദീപ്, VS പ്രിൻസ്, TA രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പുതുക്കാട് ടൗൺ ചുറ്റിയ റാലിയിൽ 100 കണക്കിന് പ്രവർത്തകർ അണിനിരന്നു. ആമ്പല്ലൂർ വടക്കേ ക്വാർട്ടേഴ്സ് മാരിയമ്മൻ കോവിലിലെ കരക മഹോത്സവം ഭക്തിസാന്ദ്രമായി. വൈകിട്ട് മണലി പുഴയിലെ കടവിൽ നിന്ന് ആരംഭിച്ച കരകമെഴുന്നള്ളിപ്പിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. കുംഭക്കുടമേന്തിയും ശൂലം കുത്തിയുമാണ് ഭക്തർ എഴുന്നള്ളിപ്പിൽ പങ്കെടുത്തത്. വാദ്യമേളത്തിന്റെയും കരകാട്ടത്തിന്റെയും മകമ്പടിയോടെയായിരുന്നു എഴുന്നള്ളിപ്പ്. ക്ഷേത്രത്തിലെത്തിയ ശേഷം ശൂലം ഊരിവെച്ച് കുംഭംകുടം ഇറക്കി വിശേഷാൽ പൂജയോടെയാണ് മഹോത്സവം സമാപിച്ചത്. മോദിയുടെ ആയുധം ഫാസിസമാണെങ്കിൽ പിണറായി വിജയന്റെ ആയുധം കമ്മ്യൂണിസമാണെന്ന് KM ഷാജി MLA. UDF സ്ഥാനാർത്ഥി TN പ്രതാപന്റെ വിജയത്തിനായി തളിക്കുളത്ത് സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PM അബ്ദുൾ ജബ്ബാർ അധ്യക്ഷനായിരുന്നു. മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ്, അനിൽ പുളിക്കൽ, KA ഹാറൂൺ റഷീദ്, VR വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു.
മണലൂർ നിയോജക മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഓഫീസ് തുറന്നു. പിന്നണി ഗായകൻ അനൂപ് ശങ്കർ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. BJP നിയോജക മണ്ഡലം പ്രസിഡന്റ് സുധീഷ് മേനോത്തുപറമ്പിൽ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, AS വിമലാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. പാലയ്ക്കലിൽ തെങ്ങിന്റെ മുകളിൽ കുടുങ്ങിയ തൊഴിലാളിയെ അഗ്നിശമന സേന രക്ഷപ്പെടുത്തി. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ തെങ്ങ് മുറിക്കുന്നതിനായി കയറിയ തൃപ്രയാർ സ്വദേശി ശരത്താണ് തെങ്ങിൽ കുടുങ്ങിയത്. അരമണിക്കൂറോളം തെങ്ങിൽ കുടുങ്ങിക്കിടന്ന ശരത്തിനെ തൃശൂരിൽ നിന്ന് അഗ്നിശമന സേന എത്തിയാണ് താഴെയിറക്കിയത്. ലീഡിംഗ് ഫയർമാൻ അനിൽകുമാറിന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പാഴിയോട്ടുമുറി മുലയംപറമ്പത്തുകാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ മീനഭരണി ആഘോഷിച്ചു. വിശേഷാൽ പൂജകൾക്ക് കീഴ്മുണ്ടയൂർ പരമേശ്വരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പൊങ്കാലയിട്ട് കടും പായസ നിവേദ്യം ദേവിക്ക് സമർപ്പിച്ചു. ഭാരവാഹികളായ M. കൃഷ്ണൻ ഭട്ടതിരിപ്പാട്, സെക്രട്ടറി MG ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പഴയന്നൂർ ശ്രീ കുന്നത്തറ മാരിയമ്മൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. കുമരംകണ്ടത്ത് മന കൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കലശം, വിശേഷാൽ പൂജ, പ്രസാദ വിതരണം എന്നിവ നടന്നു. കരിയന്നൂർ സ്വദേശിയായ വീട്ടമ്മയ്ക്ക് കടങ്ങോട് പഞ്ചായത്ത് ജനകീയ വികസന മുന്നണി ചികിത്സാ സഹായം നൽകി. ചെയർമാൻ MY ഹംസ ഹാജി, ജനറൽ കൺവീനർ ജലീൽ ആദൂർ, വർക്കിംഗ് ചെയർമാൻ AK ഹസൻ തുടങ്ങിയവർ ചേർന്ന് സഹായ സമിതി ഭാരവാഹികളായ റഷീദ് എരുമപ്പെട്ടി, കബീർ കടങ്ങോട് എന്നിവർക്ക് ചികിത്സാ സഹായം കൈമാറി. PC ഷംസുദ്ദീൻ മൗലവി, OM മൊയ്തുണ്ണി, AA ഹസൻ വെള്ളത്തേരി, ഷക്കീർ പൈറ്റിപ്പറമ്പിൽ, ഷബീർ വെള്ളറക്കാട് തുടങ്ങിയവർ പങ്കെടുത്തു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി കുടിശ്ശിക തീർത്ത് നൽകണമെന്നാവശ്യപ്പെട്ട് NREG വർക്കേഴ്സ് യൂണിയൻ മതിലകം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് EG സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഹേമലത ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. TV ചന്ദ്രൻ, PM ആൽഫ, PK ബിജു തുടങ്ങിയവർ സംസാരിച്ചു. മരുതയൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്ര പുനരുദ്ധാരണം 1ാം ഘട്ട സമർപ്പണം നടന്നു. തൃശൂർ മണ്ഡലം NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ദർശനത്തിന് ശേഷം കലവറ നിറയ്ക്കൽ ചടങ്ങിൽ ദീപം തെളിയിച്ചാണ് സുരേഷ് ഗോപി മടങ്ങിയത്. ശ്രീകോവിൽ താഴികക്കുട സമർപ്പണം ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് താമരപ്പിള്ളി ദാമോദരൻ നമ്പൂതിരി നിർവഹിച്ചു. തുടർന്ന് ഭക്തർക്കായി അന്നദാനവും നടന്നു. തൃപ്രയാർ വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഈ മാസം 28-ന് സമൂഹ വിവാഹം നടത്തുമെന്ന് ചെയർമാൻ ശിവൻ കണ്ണോളി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തീർത്തും നിർധനരായ 4 പേരുടെ വിവാഹമാണ് വെൽഫെയർ സൊസൈറ്റി നടത്തുക. പെൺകുട്ടികൾക്ക് 5 പവനും വിവാഹ വസ്ത്രവും സൊസൈറ്റി സമ്മാനിക്കും. തൃപ്രയാർ NES കോളേജ് അങ്കണത്തിലാണ് സമൂഹ വിവാഹം നടക്കുക. PK സുഭാഷ് ചന്ദ്രൻ, AN സിദ്ധപ്രസാദ്, MG ശ്രീവത്സൻ, KS ധർമ്മപാലൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വലക്കാവ് വനദുർഗ ക്ഷേത്രത്തിലെ പൊങ്കൽ മഹോത്സവം ആഘോഷിച്ചു. കുന്നിന് മുകളിലെ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങുകൾക്ക് വടക്കേ പെരുമ്പടപ്പ് ഹരി നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ KK രവീന്ദ്രൻ, ഹരി വലക്കാവ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ദേവസ്വത്തിലെ ഇടതുപക്ഷ സംഘടനകളുടെ സംയുക്ത കൺവെൻഷൻ KV അബ്ദുൽ ഖാദർ MLA ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ദേവസ്വം എംപ്ലോയീസ് ഓർഗനൈസേഷൻ പ്രസിഡന്റ് K രമേശൻ അധ്യക്ഷത വഹിച്ചു. ദേവസ്വം ഭരണസമിതി അംഗം AV പ്രശാന്ത്, CPM ഏരിയ സെക്രട്ടറി M കൃഷ്ണദാസ്, CPI മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് P മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാള മേഖലാ സമ്മേളനം അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് പ്രതാപ് ഇല്ലത്ത് അധ്യക്ഷത വഹിച്ചു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് EP രാജീവ്, AC അജേഷ്, KP സന്തോഷ്, ശ്യാംരാജ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയികളായ അംഗങ്ങൾക്ക് ഉപഹാരം നൽകി അനുമോദിച്ചു. വാണിജ്യം. ഗുണമേന്മയാർന്ന നിത്യോപയോഗ സാധനങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയും മറ്റാർക്കും നൽകാനാകാത്ത ഓഫറുകളുമെല്ലാമായി ഉപഭോക്താക്കൾക്ക് സമ്മാനിച്ച് വിഷുവിന് സമൃദ്ധിയുടെ പൊൻകണിയൊരുക്കുകയാണ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റ്. വിഷു ഈസ്റ്റർ ആഘോഷങ്ങൾക്ക് തയ്യാറെടുക്കുന്ന മലയാളിക്ക് ഏറ്റവും വലിയ ലാഭത്തിന്റെ ഷോപ്പിംഗ് ഒരുക്കിയിരിക്കുകയാണ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റ്.
ഗുണമേന്മയാർന്ന നിത്യോപയോഗ സാധനങ്ങൾ കുറഞ്ഞ വിലകളിൽ എല്ലാ ദിവസവും ഒരുക്കിക്കൊണ്ട് ഉപഭോക്താക്കളുടെ ശ്രദ്ധ നേടിയ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ വിഷു ആഘോഷത്തോടനുബന്ധിച്ച് നിരവധി സ്പെഷ്യൽ ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത്. സംശുദ്ധമായ നിത്യോപയോഗ സാധനങ്ങളും തോട്ടങ്ങളിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന സംശുദ്ധമായ പഴം പച്ചക്കറികളുമെല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവുകളോടെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ ലഭ്യമാണ്. വിഷുവിനെ പൊൻകണിയൊരുക്കാൻ കണിവെള്ളരിയും വൻതോതിലെത്തിയിട്ടുണ്ട്. ഒപ്പം മനോഹരമായ ശ്രീകൃഷ്ണ വിഗ്രഹങ്ങളുമുണ്ട്. വേനൽ ചൂടിന് കുളിർമയേകി പ്രമുഖ ബ്രാൻഡുകളുടെ AC-കളും ഇപ്പോൾ മികച്ച ഡിസ്കൗണ്ടുകളോടെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ ലഭ്യമാണ്. ട്രാവൽ ബാഗുകളുടെ വമ്പിച്ച കളക്ഷനുകളും ക്രോക്കറി ഉൽപ്പന്നങ്ങളും ഫാൻസി ഐറ്റംസുകളുമെല്ലാം കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലുണ്ട്. വിവിധ ബ്രാൻഡുകളുടെ മിക്സി, ഗ്യാസ് സ്റ്റൗ, കുക്കർ തുടങ്ങി അടുക്കളയിലേക്ക് ആവശ്യമായ നിരവധി ഉൽപ്പന്നങ്ങൾ മികച്ച ഓഫറുകളോടെ കല്യാണിൽ നിന്നും സ്വന്തമാക്കാം. പ്രമുഖ ബ്രാൻഡുകൾ നറുക്കെടുപ്പിലൂടെ നൽകുന്ന സ്കൂട്ടർ അടക്കമുള്ള സമ്മാനങ്ങളും കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലെ പർച്ചേസിലൂടെ സ്വന്തമാക്കാം. ലേഡീസ് ഫാഷൻ ആക്സസറീസ്, ഫാൻസി ഓർണമെന്റ്സ് എന്നിവയുടെ മികവാർന്ന സെലക്ഷനുകളുമുണ്ട്. ഏതു പ്രായക്കാരുടെയും അഭിരുചികൾക്കനുസൃതമായ ഫാഷൻ വസ്ത്രങ്ങളുടെ മികവാർന്ന ശ്രേണികളുമായി 2 നിലകളിലായി ഒരുക്കിയിരിക്കുന്ന കല്യാൺ ലൈഫ് സ്റ്റൈലിൽ ഏറ്റവും മികച്ച ഗ്രേറ്റ് സമ്മർ സേവിംഗ് ഓഫർ ഒരുക്കിയിട്ടുണ്ട്. സാരി, ചുരിദാർ, ലേഡീസ് വെയർ, ഡ്രസ് മെറ്റീരിയൽസ്, മെൻസ് വെയർ, കിഡ്സ് വെയർ എന്നിവയെല്ലാം മികച്ച സേവിംഗ്സ് ഓഫറുകളോടെ സ്വന്തമാക്കാം. കനത്ത വേനൽ ചൂടിൽ മനം കുളിർപ്പിക്കാൻ വ്യത്യസ്തങ്ങളായ ഫ്രഷ് ജ്യൂസുകളും ഐസ്ക്രീമുകളുമെല്ലാമായി ജ്യൂസ് ഷോപ്പുമുണ്ട്. പരിപൂർണ്ണ സംതൃപ്തി നൽകുന്ന ഷോപ്പിംഗ് സമ്മാനിച്ച് ഈ വിഷുവിനെ സമ്പൽ സമൃദ്ധമാക്കാൻ കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് ഒരുങ്ങിക്കഴിഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള കോൺഗ്രസ് എം ചെയർമാനും MLA-യും മുൻ മന്ത്രിയുമായ KM മാണി അന്തരിച്ചു. അനുശോചിച്ച് രാഷ്ട്രീയ കേരളം. സംസ്കാരം വ്യാഴാഴ്ച. ഗുരുവായൂരിൽ കുടിവെള്ള പൈപ്പ് പൊട്ടുന്നത് തുടർക്കഥയാകുന്നു. ഒരുമനയൂർ കടപ്പുറം പഞ്ചായത്തുകളിൽ കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടു. പുത്തൻപീടികയിൽ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ബൈക്കിടിച്ച് വ്യാപാരി മരിച്ചു. പുത്തൻപീടിക സ്വദേശി വാഴപ്പള്ളി സജീവനാണ് മരിച്ചത്. യുവാവിനെ തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ച് മർദ്ദിച്ച കേസിലെ പ്രതിയെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ ഫവാദാണ് അറസ്റ്റിലായത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.